നിങ്ങൾക്ക് എല്ലാവർക്കും സാബു സാറിന്റെ തരസ് നമസ്തേ. ഇന്നൊരു പുതിയ കഥയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നിരിക്കുന്നത്. ബൈബിളിലെ കഥയാണ് ഇത്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 2ഉം 3ഉം അധ്യായങ്ങളിൽ നിന്നെടുത്ത കഥയാണ്. നല്ല കഥയാണ്. ആളുടെ കഥയാണെന്നറിയാമോ? ഇത് നമ്മുടെ ആദ്യത്തെ വല്യപ്പച്ചൻ ആദമിന്റെ ഹവ്വായുടെയും കഥയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എങ്ങനെ സൃഷ്ടിച്ചെന്നറിയാമല്ലോ? കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞല്ലേ, മണ്ണ് കൊണ്ട് കുഴച്ചുണ്ടാക്കി, നമ്മൾ ഈ ആട്ടയൊക്കെ കുഴയ്ക്കുന്ന മാതിരി ഉണ്ടാക്കി, കയ്യും തലയും വായും മൂക്കും എല്ലാം കൊടുത്തിട്ട് തൻ്റെ ശ്വാസം നൽകി മൂക്കിക്കൂടെ ഊതിയിട്ട് അവൻ എണ്ണീറ്റ് നിന്നു. മറ്റെല്ലാ ജീവജാലങ്ങളെയും എല്ലാം ഉണ്ടാക്കിയത് വാഗൊണ്ട് പറഞ്ഞു, വചനം കൊണ്ട് പറഞ്ഞുണ്ടാക്കിയപ്പോൾ മനുഷ്യനെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം സൃഷ്ടിച്ചു. കാരണം മനുഷ്യനോട് ദൈവത്തിന് അത്ര സ്നേഹമായിരുന്നു. മനസ്സിലായില്ലേ? അത് ഈ ആദമിനെ കൊണ്ടുവന്ന് ദൈവം ഒരു തോട്ടം ഉണ്ടാക്കി, തോട്ടത്തിന്റെ നടുവിൽ താമസിപ്പിച്ചു. ആ തോട്ടത്തിന്റെ പേരാണ് ഏദൻ തോട്ടം. എന്താ പേര്? ഏദൻ തോട്ടം. ഏദൻ തോട്ടത്തിൽ കൊണ്ടുവന്ന് ഏദൻ തോട്ടത്തിൽ താമസിപ്പിച്ചു. അപ്പം അവിടെ കഴിക്കാൻ വല്ലതൊക്കെ വേണ്ടായോ? അപ്പം ദൈവം അവിടെ എല്ലാത്തരം വൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും അവിടെ സൃഷ്ടിച്ചു. അവിടെ ഫലവൃക്ഷങ്ങൾ എന്ന് പറഞ്ഞിരുന്നു ആപ്പിളും ഓറഞ്ചും ഗ്രേപ്സും, പിന്നെ പപ്പിത്തായും ഓമയ്ക്കായും, പിന്നെ കട്ടലും. ഈ കട്ടൽ എന്ന് പറഞ്ഞാൽ എന്ത്? ചക്കയും പിന്നെ മാങ്ങായും എല്ലാം ഇഷ്ടം പോലെ ഫലവൃക്ഷങ്ങൾ അവിടെ സൃഷ്ടിച്ചു. കൂട്ടത്തിൽ അവിടെ 2 വൃക്ഷം പ്രത്യേകം ദൈവം സൃഷ്ടിച്ചു. ഒരു വൃക്ഷത്തിന്റെ പേര് ജീവവൃക്ഷമെന്ന്. അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നെ ഒരിക്കലും മരിക്കത്തില്ല. ഒരിക്കലും ആരും മരിക്കത്തില്ല. രണ്ടാമത്തെ വൃക്ഷത്തിന്റെ പേരാണ് നന്മ തിന്മകളിലെ അറിവിന്റെ വൃക്ഷം. വൃക്ഷത്തിന്റെ പേരാ നമ്മൾ ഈ ചക്കയും മാങ്ങായും ലാവു എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള വൃക്ഷത്തിന്റെ പേരാണ് നന്മ തിന്മകളിലെ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം. മനസ്സിലായില്ലേ പറഞ്ഞു? ഈ 2 വൃക്ഷങ്ങളിലും മറ്റ് വൃക്ഷങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ അതിന്റെ കൂട്ടത്തിലുണ്ടാക്കി. എന്നിട്ട് ദൈവം ആദമിനോട് പറഞ്ഞു, ഈ വൃക്ഷത്തിന്റെ ഫലം മാത്രം നീ തിന്നരുത്. ഏത് വൃക്ഷത്തിന്റെ ഫലമാണ്? ഈ നന്മ തിന്മകളിലെ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത് എന്ന് പറഞ്ഞു. ആദം പറഞ്ഞു, തിന്നത്തെ, ബാക്കി എത്രയോ കഴിക്കാറുണ്ട്. ദൈവം തോട്ടത്തിൽ എല്ലാ സൃഷ്ടികളെയും വരുത്തി. സൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു വലിയൊരു മൃഗം ഇങ്ങോട്ട് വന്നു. ആദം അതിന് പേരിട്ടു, ആനയെന്ന്. അപ്പൊ ആനയെന്നായി അതിന്റെ പേര്. പിന്നൊരു മൃഗം വന്ന് 4 കാലുള്ളത്, അതിൻ്റെ പേരിട്ട് പശു. പിന്നൊരു വലിയ മൃഗം വന്നു, വാലുള്ള മൃഗം, അതിന് ക്രോക്കഡൈലിന് പേരിട്ടു. ആദം വിളിച്ചതെല്ലാം അതിന് പേരായി. ആദമാണ് എല്ലാ ജീവജാലങ്ങൾക്കും പേരിട്ടത്. ഈ തോട്ടത്തില് ഇതെല്ലാം ആദമിന്റെ കൂടെ വരികയും പോവുകയൊക്കെ ചെയ്തു. പക്ഷെ ആദത്തിന് ഒരു സന്തോഷവും ഇല്ല. അപ്പൊ ദൈവം വിചാരിച്ച ആദമിന് സന്തോഷം കിട്ടുവാൻ തക്കോണം അവനൊരു തക്ക ഒരു കൂട്ടുകാരി ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെയാണ് ദൈവം ഹവ്വായെ സൃഷ്ടിച്ചത്. ദൈവം എന്ത് ചെയ്തു? ആദമിനൊരു വലിയ നിദ്രയും കൊടുത്തു. നിദ്ര എന്ന് പറഞ്ഞാൽ എന്ത്? ഉറക്കം. ഭയങ്കര ഡീപ്പ് സ്ലീപ്പ് ഒരു ഇഞ്ചക്ഷൻ ചെയ്ത് കൊടുത്തിട്ട് എന്തിനറിയോ? ദൈവം ഒരു പിച്ചാത്തി എടുത്തിട്ട് ആദമിൻ്റെ ഈ ഭാര്യയിലിൻ്റെ ഇവിടെ നോക്കി അങ്ങ് ഓപ്പറേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നൊരു എല്ലങ്ങ് എടുത്തു. എല്ലെടുത്തിട്ട് എന്തിനറിയാമോ? ഔത്തയിൽ എല്ലെടുത്ത സ്ഥലത്ത് മാംസം എല്ലാം വെച്ച് തുന്നിക്കിട്ടു. എന്നിട്ട് സ്ത്രീയെ എടുത്തിട്ട് സ്ത്രീക്ക് മാംസം എല്ലാം വെച്ച് അവളെ ജീവൻ കൊടുത്ത് ഒരു സൃഷ്ടിയാക്കി. ആദം ഉറക്കം ഉണർന്ന് നോക്കിയപ്പോൾ ഇവിടെ തൻ്റെ മുന്നിൽ ഒരു സുന്ദരിയായ സ്ത്രീ നിൽക്കുന്നു. ആ സ്ത്രീയെ കണ്ടപ്പോൾ ആദം പറഞ്ഞു, നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിൻ്റെ മാംസവുമാവും. സ്നേഹിച്ചു. ഇഷ്ടം തോന്നി. ആദമിൻ്റെ ദുഃഖമെല്ലാം പോയി.
സ്ത്രീയെ നരനിൽ, നാരിയെ നരനിൽ നിന്നെടുക്കിയാൽ അവർക്ക് നാരി എന്ന് പേരായെന്നാണ് പറയുന്നത്. ഒരുപക്ഷേ അത് ദൈവം ഇട്ട പേരായിരിക്കും, അല്ലെ ആദം ഇട്ട പേര്, എന്തായാലും ദൈവം കൊടുത്ത പേരൊക്കെ ഹൗവ എന്നാണ്. അങ്ങനെ ആദമും ഹൗവയും വളരെ സന്തോഷമായിട്ട് ഏദൻ തോട്ടത്തിൽ ഇങ്ങനെ ഫലവൃക്ഷങ്ങളൊക്കെ പറിച്ച് ഭക്ഷിച്ച് ജീവിക്കും. രാവിലെ എണ്ണീക്കുന്ന ഉടനെ ഒരു ഓറഞ്ച് എടുക്കും, കഴിക്കും, പൊഴിക്കും, ആദമിനും കൊടുക്കും, കഴിക്കും. പിന്നെ ഇച്ചിരി അങ്ങോട്ട് നടക്കുന്നുണ്ട്, ഓമയ്ക്ക പഴുത്ത് കിടക്കുന്നു, ഓമയ്ക്ക പറിക്കും, കഴിക്കും. ഇച്ചിരി അങ്ങോട്ട് ഉച്ചയാവുന്ന ഉടനെ വലിയ ചക്ക, ഇങ്ങനെ പഴുത്ത ചക്ക, വരിക്കച്ചക്ക ഇങ്ങനെ പഴുത്ത് കിടക്കുക, പറിക്കും, കഴിക്കും, ഉറങ്ങും. 4 മണിയാകുമ്പോഴേ, വെയിലാറുമ്പോഴേ ദൈവം വരും. ദൈവം വന്നിട്ട് അവരോട് കൂടെ നടക്കും, തോട്ടത്തിൽ അവരോട് കൂടെ നടക്കും, കൈ പിടിച്ചുകൊണ്ട് നടക്കും. എന്നിട്ട് ചോദിക്കും, നിങ്ങൾ ഉച്ചയ്ക്ക് എന്തോ കഴിച്ച്, രാവിലെ എന്തോ കഴിച്ച്, ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കും. പിന്നെ സന്തോഷം, വളരെ സന്തോഷമായിട്ട് അവരെങ്ങനെ ജീവിക്കും. ദൈവം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എല്ലാ വൃക്ഷത്തിൻ്റെയും ഫലം തിന്നാം, പക്ഷേ ഒരു വൃക്ഷത്തിൻ്റെ ഫലം മാത്രം നിങ്ങൾ തിന്നത്. ഏത് വൃക്ഷത്തിൻ്റെയാ? നന്മ തിന്മകളിലെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ. അത് തിന്നു കഴിഞ്ഞാൽ തിന്നുന്ന നാളിൽ നിങ്ങൾ മരിച്ചു. അവർ പറഞ്ഞു, അയ്യോ ഞങ്ങൾ കഴിക്കത്തില്ല. അങ്ങനെ സന്തോഷമായിട്ട് അവർ ജീവിക്കുന്ന സമയത്ത് അവിടെ സാത്താൻ കടന്നു. സാത്താൻ നോക്കിയപ്പോൾ, പിശാച് കടന്നു വന്നു. സാത്താൻ നോക്കിയപ്പോൾ, എടാ ഇവര് ദൈവവും ആദം ഹൗവായും എല്ലാം കൂടെ വൈകുന്നേരം ഇവരെല്ലാം കൂടെ ഒരുമിച്ച് നടക്കുന്നു. ആദം ഹൗവായും വൃക്ഷത്തിൽ എല്ലാ ഫലങ്ങളെല്ലാം കഴിച്ച് സുഖമായിട്ട് കഴിയുന്നു. ഇവരെ തമ്മിലൊന്ന് പിണക്കണം. അതിനവനൊരു അടവ് പ്രയോഗിച്ചു. അവനിങ്ങനെ സമയം നോക്കി, തരം നോക്കി, ഇങ്ങനെ പാത്തും പതുങ്ങി നടക്കുക. അങ്ങനെ ഇരിക്കലും ഒരു ദിവസം ആദമുണ്ടല്ലോ, ഉച്ചയ്ക്ക് ഫലമൊക്കെ ഊണൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുകയായിരുന്നു, ഉറങ്ങുകയായിരുന്നു. ഹൗവായിക്ക് കിടന്നിട്ട് ഉറക്കം വന്നു. ഹൗവ ഇങ്ങനെ തോട്ടത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് വലിയ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ചെന്നു. ഏത് വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ? ദൈവം തിന്നരുതെന്ന് പറഞ്ഞില്ലേ ഒരു വൃക്ഷം, നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ. അവിടെ ചെന്ന് ഇങ്ങനെ മേപ്പോട്ട് നോക്കിയപ്പോൾ നല്ല തുടുത്ത് നല്ല പഴുത്ത ചുമന്ന പഴം ഇങ്ങനെ ഞാന്ന് കിടക്കുക. അയ്യോ, ഇങ്ങനെ നല്ല ടേസ്റ്റ് ആയിരിക്കുന്നു. ഇങ്ങനെ നോക്കി നിന്നപ്പോൾ ഉണ്ടല്ലോ, ഈ സാത്താൻ പാമ്പിൻ്റെ രൂപത്തിൽ ഈ ഹൗവായുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നീ എന്തോ ഈ മേപ്പോട്ട് നോക്കി നിൽക്കുന്ന ഹൗവായ എന്ന് ചോദിച്ചു. ഞാൻ പറയുക, അയ്യോ നല്ല പഴം, നല്ല പഴമായിരിക്കും, അതിനെന്താ പറിച്ച് കഴിക്കണം? അയ്യോ ദൈവം പറഞ്ഞിട്ടുണ്ട് കഴിക്കരുതെന്നത്, അത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിച്ചു പോകുന്നു. അപ്പം പാമ്പ് പറയോ, മണ്ടി, ദൈവം അങ്ങനെ പറഞ്ഞു, നിങ്ങളിത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആയിത്തീരും. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ദൈവമാണ് ഇത് പറഞ്ഞത്. ഉടനെ ഹൗവ പറഞ്ഞു, അയ്യോ വേണ്ട, ദൈവം വഴക്ക് പറയും, ആദമൊപ്പിച്ചിട്ട് വഴക്ക് പറയും. അയ്യോ ഒന്നുമില്ല, നിങ്ങൾ തിന്നുന്ന നാളിൽ നിങ്ങൾ ഈ പഴം അങ്ങോട്ട് കഴിക്കും, നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെ ആയിത്തീരും. മോഹം കൊടുത്തു. അയ്യോ ഇത് ഇത്രയും ഉയരത്തി നിൽക്കുക, ഞാനെങ്ങനെ ഇതിൻ്റെ പഴം പറിക്കുന്നത്? എനിക്ക് കയറി പറിക്കാൻ പറ്റത്തില്ല. അതിനെന്താ, ഞാൻ കയറി അതിൻ്റെ തണ്ട് ചായച്ചു തരാം. പാമ്പ് കയറി അതിൻ്റെ തണ്ട് ഇങ്ങനെ കീപ്പോട്ട് ചായച്ചു കൊടുക്കും. ഹൗവയുണ്ടല്ലോ, കൈ എത്തി പഴം പറിച്ച് ഭക്ഷിച്ചു. അയ്യോ എന്തോ ടേസ്റ്റ്, എത്ര നല്ല ടേസ്റ്റ്. ഒരെണ്ണം കൂടെ പറിച്ചുകൊണ്ട് ആദമിൻ്റെ അടുത്ത് വന്നു. ആദം നല്ല ഉറക്കമാണ്. ആദത്തെ വിളിച്ചു, ആദം എണ്ണീറ്റ്. ആദം എണ്ണീറ്റ് തന്നെ ഇത് കഴിച്ചേ. ആദം ഇങ്ങനെ കണ്ണ് തുറന്ന് പഴം കൊടുത്തു, ഹൗവ കൊടുത്തു, പഴം കഴിച്ചങ്ങോട്ട് വയറ്റിലോട്ട് ചെന്നില്ല. അതിനോടാ ആദം നോക്കിയപ്പം, ഇവിടെ തങ്ങൾ നഗ്നരാന്നു. അയ്യോ ഇതുവരെ അവരുടെ കണ്ണങ്ങ് തുറന്നു. എടി നമ്മൾ നഗ്നരാന്നല്ലോ. അയ്യോ ദൈവം പറഞ്ഞു, എടി നീ ഏത് പഴമാണ് എനിക്ക് തന്നത്? അത് ദൈവം തിന്നില്ലെന്ന് പറഞ്ഞ് പഴമില്ലായിരുന്നോ, അതാ തന്നത്. അയ്യോ നിനക്ക് എവിടുന്ന് കിട്ടിയത്? അതെനിക്കൊരു പാമ്പ് ഇങ്ങനെ ചായച്ച് പറിച്ചു തന്നത്, ഞാനിത് കഴിച്ചു. അയ്യോ ദൈവം ആദം പേടിച്ചു. പെട്ടെന്ന് തന്നെ അവരൊരു
അത്തിയില കൊണ്ട് ഒരു മുണ്ട് മാതിരി ഉണ്ടാക്കി അവർ പിന്നിക്കെട്ടി അവരുടെ നാണം മറച്ചു. എന്നിട്ട് സന്ധ്യയായി 4 മണിയായപ്പോഴും വെയിലൊക്കെ ആറിയപ്പോഴും ദൈവം തോട്ടത്തിൽ വന്നു. എന്നും വരുന്ന മാതിരി ദൈവം തോട്ടത്തിൽ നടക്കുന്ന ശബ്ദം കേട്ട് ആദം ഹവ്വയും പേടിച്ചോടിപ്പോയി കാട്ടിൽ. ദൈവം സാധാരണ ആദമിനെ ഹവ്വയെയും കാണുന്ന സ്ഥലത്ത് വന്നപ്പോൾ അവരില്ല. അപ്പം ദൈവം വിളിച്ചു, ആദമേ ആദമേ, ഹവ്വായേ ഹവ്വായേ, നിങ്ങൾ എവിടാ? അപ്പോൾ അവർ ചെടിയുടെ ഇടയിൽ നിന്ന് പറഞ്ഞു, ഞങ്ങൾ നിന്നെ കണ്ട് പേടിച്ചു വിറച്ചിരിക്കുക, ഞങ്ങൾക്ക് നാണം വരുന്നു. ഉടനെ ദൈവത്തിന് മനസ്സിലായ കാര്യമില്ല. ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ ഫലം നിങ്ങൾ ഭക്ഷിച്ചു. ഞങ്ങൾ ഭക്ഷിച്ചു. നീ എന്നോട് കൂടെ പാർപ്പാൻ തന്ന സ്ത്രീയെ, അതും പറയാം, നീ എന്നോട് പാർപ്പാൻ തന്ന സ്ത്രീ ഈ ഹവ്വ, എവള് ഞാൻ ഉറങ്ങുമ്പോൾ എന്നെ വിളിച്ച് ഈ പഴം കൊണ്ട് തന്ന് ഞാൻ ഭക്ഷിച്ചു. ഹവ്വയോട് ചോദിച്ചു, നിനക്ക് എവിടെ നിന്നാ ഈ പഴം കിട്ടിയത്? ഇത്രയും വലിയ മരത്തിൽ നിന്ന് നീ ഈ പഴം എങ്ങനെ നിനക്ക് കിട്ടിയത്? അതെ, ഞാൻ ഇങ്ങനെ ഉറങ്ങാതെ കൊണ്ട് ഇങ്ങനെ തോട്ടത്തിൽ കിടക്കുകയില്ല, ഒരു പാമ്പ് എൻ്റെ അടുത്ത് വന്നിട്ട് ഈ മരത്തിൻ്റെ കമ്പ് ഇങ്ങോട്ട് ചായച്ചു തന്നു. എന്നോട് പറഞ്ഞു, ഇത് ഭക്ഷിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെ കാവുമെന്ന്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ദൈവത്തെ പോലെ കാവുന്നല്ല, അതുകൊണ്ട് ഞാൻ പറിച്ചു കഴിച്ചു. ദൈവം കോപിച്ചു, ഞാൻ നിങ്ങൾ അനുസരണക്കേട് കാണിച്ചിരിക്കുന്നു, ആയതിനാൽ നിങ്ങളെ ഞാൻ ഈ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുക. നിങ്ങളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഇവരെ 2 പേരെയും കോളർ മുന്നോട്ട് പിടിച്ച് തോട്ടത്തിൽ വെളിയിൽ കൊണ്ടുവന്ന, ഏതൻ തോട്ടത്തിൽ വെളിയിൽ കൊണ്ടുവന്നാക്കിയിട്ട് പറഞ്ഞു, ഇനിയും നിങ്ങൾ അധ്വാനിച്ച് നിങ്ങളുടെ വിയർപ്പ് കൊണ്ട് നിങ്ങൾ ഭക്ഷിക്കും. വിയർപ്പ് കൊണ്ട് വേർത്തിട്ട് രാവിലെ എഴുതിയിട്ട് ABCDEFGA ഫോർ ആപ്പിൾ, B ഫോർ ബോയ്, C ഫോർ ക്യാറ്റ്, A 1 2 3 4 5 1 2 3 1 + 1 + 5 are 6 1 + 1 2 are 6 പഠിക്കും. പഠിച്ചിട്ട് സ്കൂളിൽ പോകുമ്പോൾ വലിയൊരു ബാഗ് നോക്കിയിട്ടുണ്ട് പോകണം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും പൂച്ച സ്കൂളിൽ പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും പട്ടി സ്കൂളിൽ പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും പശു സ്കൂളിൽ പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും കിളി പോകുന്നത് കണ്ടിട്ടുണ്ടോ? സ്കൂളിൽ പോകുന്നത് കണ്ടിട്ടുണ്ടോ? പോകണ്ട. അവര് സ്കൂളിൽ പോയില്ലേലും അവർ ജോലി ചെയ്തില്ലേലും അവർക്കെല്ലാം ദൈവം സമയാസമയങ്ങളിൽ അതിൻ്റെ ആഹാരം നൽകും. മനുഷ്യൻ രാവിലെ എണ്ണീറ്റ് വൈകുന്നേരം വരെ ജോലി ചെയ്ത് കഴിഞ്ഞാലേ അവന് ഭക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ദൈവം സ്ത്രീയെ വിളിച്ച് സ്ത്രീയോട് പറഞ്ഞു, നീ വേദനയോട് മക്കളെ പ്രസവിക്കും. ശപിച്ചു. പാമ്പിനെ വിളിച്ചു, പാമ്പിനോട് പറഞ്ഞു, നീ എൻ്റെ ഈ ആദമിനെ ഹവ്വായെ നീ പറ്റിക്കിയാൽ നിന്നെ ഞാൻ ശപിക്കും. നീ നിന്റെ ജീവകാലം മുഴുവൻ എഴഞ്ഞ് നടക്കും. മറ്റു ജീവികളെല്ലാം കാല് വെച്ച് കൈ വെച്ച് ഇങ്ങനെ നടക്കുമ്പോൾ നീ എഴഞ്ഞ് നടക്കും. 1, നിന്റെ മക്കളും ഈ ആദമിൻ്റെ ഹവ്വയുടെ മക്കളും തമ്മിൽ ശത്രുത്വം ഞാൻ ഉണ്ടാക്കും. നിന്റെ മക്കളെ കണ്ടു കഴിഞ്ഞാൽ അപ്പം നിന്റെ മക്കളുടെ തല ഈ ഹവ്വയുടെ മോനുണ്ടല്ലോ, മോള്, അവർ തകർക്കും. നീയോ ഈ ഹവ്വയുടെ മക്കളെ കണ്ടു കഴിഞ്ഞാൽ, ആദമിൻ്റെ ഹവ്വയുടെ മക്കളെ അപ്പൊ കൊത്തുപോകും. ഇവർ തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. നമ്മൾ അയ്യത്തും പുരയിടത്തൊക്കെ എവിടെയെങ്കിലും ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ വിടുവോ? ഒട്ടനെ ഒരു വടിയെടുക്കും, അതിൻ്റെ തലപണ്ട അടിച്ചങ്ങ് കൊല്ലുപോയി. പാമ്പാണെങ്കിൽ നമ്മളെ വിടുവോ? നമ്മളെ കരം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം നമ്മളെ കൊത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചത്തു. മനസ്സിലായി? 2 പേരും തമ്മിലെ ശത്രുത്വം ദൈവം ഉണ്ടാകും. മനസ്സിലായില്ലേ? കഥയുടെ തീരുകയാണ്. നമ്മൾ കേട്ട കഥയുടെ സാരാംശം ഒന്നുകൂടെ ചിന്തിച്ചതിന് ശേഷം നമുക്ക് കഥ നിർത്താം. 1, ദൈവം ഹവ്വായെ സൃഷ്ടിച്ചത് ആദമിൻ്റെ വാരിയലിൽ നിന്ന് തക്ക തുണയായിട്ട് ഹവ്വായെ സൃഷ്ടിച്ചു. ആദമിനെ ഹവ്വായെ സൃഷ്ടിച്ചു. 2, അവരോട് പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാ ഭക്ഷഫലങ്ങളും ഭക്ഷിക്കാം,
ഒരു വൃക്ഷത്തിൻ്റെ ഫലം മാത്രം ഭക്ഷിക്കരുത്. പക്ഷെ അവർ അനുസരണക്കേട് കാണിച്ച് പാപം ചെയ്തു. പാപത്തിൻ്റെ ഫലമായിട്ട് അവർ ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടിട്ട് ഒരു തോട്ടത്തിന് വെളിയിലായി. മനസ്സിലായില്ലേ? തോട്ടത്തിന് വെളിയിലാക്കിയിട്ട് ദൈവം ഒരു കാര്യം കൂടെ ചെയ്തു, അത് ഞാൻ പറയാൻ മറന്നുപോയി. ദൈവം തോട്ടത്തിന് ചുറ്റും ഒരു കാവൽ നിർത്തി. മാലാഖമാരെ വാളും കൊണ്ട് നിർത്തി അവിടെ മാലാഖമാരെ. കാരണം എന്താണെന്നറിയാമോ? ഈ തോട്ടത്തിന് വെളിയിൽ പോയ ആദാമും ഹവ്വായും ഉണ്ടല്ലോ, രാത്രിയിലെങ്ങാണ് ഈ തോട്ടത്തിൽ കടന്നു വന്ന് ജീവവൃക്ഷത്തിൻ്റെ വേറൊരു വൃക്ഷം കൂടെ വെച്ചിട്ടില്ലയോ, അതിൻ്റെയും കൂടെ ഫലം തിന്നി എന്നേക്കും ജീവിച്ചു. മരണം ഉണ്ടാകത്തില്ല അവർക്ക്. മരിക്കാതിരിക്കാൻ സംഗതിയാകും. അതുകൊണ്ട് അത് പറിച്ച് ഭക്ഷിക്കരുത്. അതുകൊണ്ട് ദൈവം തോട്ടത്തിന് ചുറ്റും കാവലാണ്. പ്രിയമുള്ളവരെ, കുഞ്ഞുങ്ങളെ, കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണും ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ പപ്പായും മമ്മിയും സൺഡേ സ്കൂൾ ടീച്ചേഴ്സും നമ്മുടെ അച്ഛന്മാരും ഫാദർമാരും നമുക്ക് മൂത്തവരും അപ്പച്ചന്മാരും വല്യപ്പച്ചന്മാരും നമ്മൾ തെറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞ് നമ്മളെ ശാസിക്കുന്നു. നമ്മളത് കേൾക്കണം. നമ്മളോട് പറയും, മക്കളെ, മോളെ അത് ചെയ്യരുതെന്ന് പറയുമ്പോൾ ചെയ്യരുത്. അനുസരണക്കേട് കാണിച്ചാൽ നല്ല അടി കിട്ടും. ആദമും ഹവ്വായും അനുസരണക്കേട് കാണിച്ച കാരണത്താൽ നല്ല അടി കിട്ടിയവർ. അടി എന്തുവായിരുന്നു? അവരെ വിയർപ്പുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത വല്ലതും കഴിക്കുന്നത്. ഒരു കിളിയോ ഒരു പട്ടിയോ പൂച്ചയോ ഒരു പോത്തോ എരുമയോ ആനയോ ഒട്ടകമോ ആരെങ്കിലും ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു ജീവി വേർപ്പ് കൊണ്ട് ഭക്ഷിക്കുന്ന കണ്ടിട്ടുണ്ട്? കഷ്ടപ്പെട്ടു. ആരും ദൈവം അവർക്കെല്ലാം സമയാസമയങ്ങളിൽ നൽകും. മനുഷ്യൻ മാത്രം അനുസരണക്കേട് കാണിച്ചതിനാൽ വേല ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കും. നമ്മൾ ഒരിക്കലും അനുസരണക്കേട് ദൈവത്തോടും ആരോടും തന്നെ കാണിക്കും. ഞാൻ എൻ്റെ കഥ നിർത്തുന്നു. നന്ദി, നമസ്കാരം.